നിങ്ങളിതിൽ അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം പോർട്രേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പൗഡറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാഫൈറ്റ് പൗഡേഴ്സ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, പെൻസിൽ ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഈ തരി വേസ്റ്റുകളല്ല ഗ്രാഫൈറ്റ് പൗഡേഴ്സ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഫൈൻ പൗഡേഴ്സായിട്ട് നമുക്ക് കിട്ടുമ്പോഴേ അത് ഗ്രാഫൈറ്റ് പൗഡർ ആവുള്ളൂ. ആൻഡ് ഈ ഗ്രാഫൈറ്റ് പൗഡേഴ്സ് വലിയ വിലകൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ പൈസ ഉള്ളവൻ പോയി മേടിക്കുക. ഫൈനാൻഷ്യലി തിങ്ക് ചെയ്യുന്നവൻ ഉണ്ടാക്കട എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞുതരാം. കയ്യിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഡ്രോയിങ് കുളവാകാനുള്ള സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ ഓൺ ദാറ്റ്. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയൊക്കെ എത്രയും പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട്, നമ്മുടെ പണി പെട്ടെന്ന് എളുപ്പമാക്കാനായിട്ട് ഇതുപോലെ ഒരു ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെയും ലെയറായിട്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ ഈ ഒരു പോർട്രേറ്റിൽ മെജോറിറ്റിയും ഞാൻ ചെയ്തേക്കുന്നത് ഈ ഒരു കൈയുടെ ഏരിയ ചെയ്തേക്കുന്നതൊക്കെ അവിടെ ഒരു പെൻസിലും കൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ ഇരിക്കണം. അതിനേക്കാൾ എത്രയോ നല്ലത് ഇതുപോലെ ആ ഒരു ഷെയ്ഡ് വീഴുന്ന സ്ഥലം, അതുപോലെ ആ ഒരു കൈയുടെ ഏരിയ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ചെയ്തേക്കുന്നത് ഈ പൗഡർ യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇടാം, എന്തെങ്കിലും ഇടും. ബൈ.